എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ട്രേഡ് ദ പൂളിൻ്റെ കൂടെ നമ്മുടെ 6ാമത്തെ ദിവസമാണ്. സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. S&P 500, S&P സ്പൈ എവിടെ പോകണം? സ്പൈ ഓക്കെ. മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു സൈഡ് വൈസ് ആണ്. ഒരു ട്രെൻഡ് ഇത് പിടിച്ചില്ല. ബ്രേക്ക് ഔട്ട് ചെയ്തു പ്രീവിയസ് ഹൈ ഒക്കെ, പക്ഷെങ്കിൽ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ്. അതായത് 20 MA എന്നൊരു ബൈ സെറ്റപ്പാണ് ട്രിഗർ ആയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഓൾ ടൈം ഹൈ ഇതൊരു ബ്രേക്ക് ചെയ്തില്ല. സോ ഒരു സൈഡ് വൈസ് ആണ് കുറച്ച് ദിവസം കൊണ്ട്. സോ നോക്കാം. ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് പോകാം. ചെയ്യുമെന്നറിയില്ല പ്രൈസ്. നമുക്ക് നോക്കാം. മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ലല്ലോ. $181 ഹോൾ നമ്പറാണ്. 151 100 സെൻറ്റിൻ്റെ ഓക്കെ. ഓൾറെഡി 1-to-1 മൂവ് ചെയ്തു. ബ്രേക്ക് ഈവൻസിങ്. നമ്മൾ ബ്രേക്ക് ഈവൻ അടിച്ചു. ഓർഡേഴ്സ് get to 2 minutes candle. okay. 181. okay, one more try. ഓക്കെ. 1-to-1 ഓൾമോസ്റ്റ് പോയി. ബ്രേക്ക് ഈവൻ ആക്കുവാണ്. ബ്രേക്ക് ഈവൻ 1-to-1 പോയി. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ ആക്കി കേട്ടോ. അതുകൊണ്ടാണ് ആക്കുന്നത്. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഈവൻ ആക്കുമ്പോൾ നമ്മൾ റിസ്ക് വളരെ കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് ബ്രേക്ക് ഈവൻ ആയത്. ടാർഗറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു 8 MA ആയിരിക്കും. let's see. എൻ്റെ 96-ലാണ്.
സോ ബ്രേക്ക് ഈവൻ, 2 ബ്രേക്ക് ഈവൻ നമുക്ക് കിട്ടി ഇന്നത്തെ ദിവസം. ഇനി അത് ട്രൈ ചെയ്യാനെക്കൊണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. മാർക്കറ്റ് 180 ആണ് ഒരു ഹോൾ നമ്പർ ആയതുകൊണ്ട് അവിടെ ട്രൈ ചെയ്യുന്നത്. 181 മാർക്കറ്റ് 181 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കും. മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ല, 2 ട്രൈയും നമ്മുടെ ഫെയിലായി. നോക്കാം. ഹോൾ നമ്പർ പ്ലേ ഓക്കെ, 1 മോർ ട്രൈ. നമ്മൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് 1 to 1 പോയിട്ടില്ല. ട്രിഗർ ആയിരിക്കുന്നത് 181 ഓക്കെ. 10 സെൻറ്റ് പോയി. ഓക്കെ, 1 to 1 പോയി. നമ്മൾ ബ്രേക്ക് ഈവനിൽ പോവാണ്. അതും പോയി. ബ്രേക്ക് ഈവൻ ക്ലോസ് ചെയ്ത്. സെയിം നമ്മുടെ 3 ട്രേഡും ആ ഒറ്റ സ്റ്റോക്ക് നമ്മൾ എടുത്തു. എന്നത് 2 ബ്രേക്ക് ഈവൻ പോയതുകൊണ്ട് സോ ഒരു ട്രേഡ് ട്രൈ ചെയ്യാം. കാരണം നമുക്ക് 3 ബ്രേക്ക് ഈവൻ ആയിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രേഡ്. ഓക്കെ, പക്ഷെ 181 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് ദ ക്യാൻഡിൽ വാസ് 6. എൻട്രി എടുത്തു. സ്റ്റോപ്പ്. ഓക്കെ, 1 to 1 പോയി. ബ്രേക്ക് ഈവൻ. $1.5 ഒക്കെ എത്തി. നമുക്ക് അതിന് മേളിലെത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് എടുക്കുന്നില്ല. അതിൻ്റെ ഒരു ലോ ട്രയൽ ചെയ്യുന്നതായിരിക്കും ആ ക്യാൻഡലിൻ്റെ. 2 മിനിറ്റിൻ്റെ ലോ ട്രയൽ ചെയ്യുവാണ്. 57.60. ഓക്കെ, നമ്മൾ ട്രയൽ ഔട്ടായി. ഫീൽഡ് നമുക്ക് ഓർഡർ നോക്കാം. നമുക്കൊരു 1 to 1 മേളിൽ കിട്ടി. നമുക്ക് ചെറിയ റിസ്ക് ആയിരുന്നു. ഓക്കെ, എനിവേ നമ്മുടെ അത് പ്രോഫിറ്റായിട്ട് കൗണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഓക്കെ, കൗണ്ട് ചെയ്യും. കാരണം 10 സെൻറ്റ് വേണം മിനിമം. സോ അത് കൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ട്രേഡ് ക്ലോസ് ചെയ്യുകയാണ്. കാരണം നമ്മളിന്ന് 4 ട്രേഡെന്ന് വെച്ചാൽ നമ്മുടെ 3 നമ്മുടെ ബ്രേക്ക് ഈവൻ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനൊരു ട്രേഡ് ഫോഴ്സ്ഫുള്ളി എടുത്തത്. നമുക്ക് മാക്സിമം 3 ട്രേഡ്സാണ്. 3 ബ്രേക്ക് ഈവൻ പോയപ്പം എല്ലാം നമ്മളൊരു ആമസോണിൽ തന്നെയാണ് ഇന്ന് എടുത്തതെന്നുള്ളതാണ്. കാരണം ആ ഒരു 181 എന്നുള്ളത് എനിക്ക് ഒരു സപ്പോർട്ട്, ഒരു 15 മിനിറ്റ് സപ്പോർട്ടും കൂടാതെ ഒരു ഹോൾ നമ്പറോടെ വരുന്നൊരു
ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് ആയതുകൊണ്ടാണ് അത് ഞാൻ 3-4 വട്ടവും അതിൽ ട്രൈ ചെയ്തത്. കാരണം അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ 2 വട്ടം ഞാൻ 181 ട്രൈ ചെയ്ത്, ആദ്യം ട്രൈ ചെയ്ത് നമ്മൾ ചെറിയൊരു ബ്രേക്ക് ഈവൻ എടുത്തു. 1-1 പോയപ്പോൾ ഞാൻ ബ്രേക്ക് ഈവനിൽ പോയിരുന്നു. സോ അതാണ് ഈ പ്രൈസ്. രണ്ടാമത് വീണ്ടും നമ്മൾ പോയിരുന്നു. ഈ ചുമല കാണുന്നത് സർവീസ് ചാർജാണ്, അതായത് നമ്മുടെ എക്സിക്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ക്ലോസ് ചെയ്യുവാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് ആൻഡ് ഇന്നത്തെ 38 ക്രോസ് ടോട്ടൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ട്രേഡ്സ് മൊത്തം ആയതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അവിടുന്ന് ഒരു റിജക്ഷൻ തന്നെയാണ് വരുന്നത്. സോ നമ്മൾ കറക്റ്റായിട്ട് ട്രയൽ ഔട്ട് ആയ അവിടുന്ന് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെങ്കിൽ നമ്മുടെ എന്താ പറയുക, മാക്സിമം ട്രേഡ് പെർ ഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു ടുമോറോ.